അമേരിക്ക ഇറാനിൽ നടത്തിയ വ്യോമാക്രമണത്തിനിടെ ഇറാനിലെ മഷാദ് രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്നും ഇന്ത്യയിലേക്ക് പുറപ്പെടാൻ തയ്യാറായി നിന്നിരുന്ന ഇറാനിയൻ സിവിലിയൻ വിമാനം തകർന്നതായി ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. മാനുഷിക ദൗത്യത്തിന്റെ ഭാഗമായി മരുന്നുകളും മെഡിക്കൽ സാമഗ്രികളും കൊണ്ടുപോകുന്നതിനായി ഇന്ത്യയിലേക്ക് പറക്കാനിരുന്ന മഹാൻ എയർ വിമാനമാണ് ആക്രമിക്കപ്പെട്ടത്. ഈ സംഭവത്തെക്കുറിച്ച് അമേരിക്ക ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. സംഭവം യുദ്ധക്കുറ്റവും രാജ്യാന്തര നിയമങ്ങളുടെ വ്യക്തമായ ലംഘനവുമാണ് എന്ന് ഇറാൻ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷൻ വിശേഷിപ്പിച്ചു. ഒന്നിലധികം രാജ്യങ്ങളിൽ നിന്ന് വാങ്ങിയ മരുന്നുകളും മെഡിക്കൽ ഉപകരണങ്ങളും വിമാനത്തിൽ ഉണ്ടായിരുന്നതായും ഇത് മാനുഷിക ദൗത്യത്തിന്റെ ഭാഗമായി ക്രമീകരിച്ചിരുന്നതാണെന്നും ഇന്ത്യയിലെ ഇറാൻ മിഷൻ സമൂഹ മാധ്യമത്തിലൂടെ വ്യക്തമാക്കി. ഇത്തരത്തിലുള്ള സിവിലിയൻ വിമാനത്തെ ലക്ഷ്യം വെക്കുന്നത് രാജ്യാന്തര വ്യോമയാന ചട്ടങ്ങളുടെ നഗ്നമായ ലംഘനമാണെന്നും മാനുഷിക നിയമത്തിന്റെ തത്വങ്ങൾക്ക് വിരുദ്ധമാണ് എന്നും ഇറാൻ മിഷൻ ആരോപിച്ചു. സിവിലിയൻ വിമാനങ്ങളെ അപകടത്തിലാക്കുന്ന പ്രവൃത്തികളെ രാജ്യാന്തര ക്രിമിനൽ കുറ്റങ്ങളായി തരംതിരിക്കുന്ന ഷിക്കാഗോ കൺവെൻഷൻ, മോൺട്രിയൽ കൺവെൻഷൻ എന്നിവയും ജനീവ കൺവെൻഷന്റെ അഡീഷണൽ പ്രോട്ടോകോൾ 1 ആർട്ടിക്കിൾ 52 പ്രകാരം മാനുഷിക സഹായത്തിനായി ഉപയോഗിക്കുന്ന വിമാനങ്ങൾ ഉൾപ്പെടെയുള്ള സിവിലിയൻ വസ്തുക്കൾക്കെതിരായ ആക്രമണം യുദ്ധക്കുറ്റമായി കണക്കാക്കപ്പെടാമെന്ന് ഇറാൻ ചൂണ്ടിക്കാട്ടി. സംഭവത്തെക്കുറിച്ച് അടിയന്തരമായി അന്വേഷണം നടത്തുകയും ഉത്തരവാദികളെ നിയമത്തിന് മുൻപാകെ കൊണ്ടുവരികയും സിവിൽ ഏവിയേഷൻ മേഖലയ്ക്ക് സമാനമായ ഭീഷണികൾ ഒഴിവാക്കി സുരക്ഷ ഉറപ്പാക്കുകയും ചെയ്യണമെന്ന് രാജ്യാന്തര സംഘടനകളോട് സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷൻ ആവശ്യപ്പെട്ടു. ഇറാനിലെ ഏറ്റവും വലിയ സ്വകാര്യ വിമാന കമ്പനികളിലൊന്നായ മഹാൻ എയർ വർഷങ്ങളായി US ഉപരോധിച്ചിരിക്കുകയാണ്. ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സുമായി ബന്ധമുണ്ടെന്ന് US ആരോപിക്കുന്ന ഈ വിമാന കമ്പനി പ്രാദേശിക സംഘർഷങ്ങളുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെയും ഉപകരണങ്ങളെയും കൊണ്ടുപോകുന്നതിന് സഹായം നൽകുന്നതായും ആരോപണമുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക് ഷെഖേന ന്യൂസ്.